മൊത്തം ആഫ്രിക്കയിലാണ്. ഇതാണ് സൂയസ് കനാല്. ഇതിന്റെ മുകളിൽ വെള്ളാണ്. ഇതാണ് സൂയസ് കനാല്. അതിന്റെ തുരങ്കത്തിലാണ് നമ്മളുള്ളത്. നമ്മളിപ്പോ ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ പ്രവേശിച്ചു. 1 കിലോമീറ്റർ 900 മീറ്റർ, ഏകദേശം 2 കിലോമീറ്റർ. നമ്മളെ നേരെ മുകളിൽ കപ്പൽ പോകുന്നുണ്ടാവും. ഈ തുരങ്കത്തിന്റെ നേരെ മുകൾ ഭാഗത്ത് വെള്ളമാണ്. AD 1859 മുതൽ AD 1869 വരെയുള്ള 10 കൊല്ലം കൊണ്ട് ഒരു ദിവസം 1,00,000 തൊഴിലാളികൾ എന്ന നിലയിൽ ഇസ്മായിൽ പാഷയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1869 പണി പൂർത്തിയായി. നമ്മളിപ്പോ സൂയസ് കനാലിലാണ്. 1859 മുതൽ 1869 വരെ 10 കൊല്ലം. ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നിലൂടെ നമ്മൾ സപ്താത്ഭുതങ്ങളിൽ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് സൂയസ് കനാല്. 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് സൂയസ് കനാൽ. ആ സൂയസ് കനാലാണ് ഇപ്പൊ നമ്മൾ വിട്ടുകിടക്കുന്നത്. അതായത് ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ, ഒരു ഭാഗത്ത് ചെങ്കടല്. മെഡിറ്ററേനിയനിലൂടെ അറ്റ്ലാന്റിക്കിൽ പ്രവേശിച്ച് പസഫിക്കിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഒക്കെ എത്തിച്ചിരുന്ന ചരക്കുകൾ, ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ചൈനയിലേക്കൊക്കെ എത്തിച്ചിരുന്ന ചരക്കുകൾ 192 കിലോമീറ്റർ കൊണ്ട് വിട്ടുകിടത്തുകയാണ്. ഈ 192 കിലോമീറ്റർ നീളത്തിലും 2 കിലോമീറ്റർ വീതിയിലുമുള്ള സൂയസ് കനാൽ. വിശാലമായ ഇത് ലോകത്തെ മഹാത്ഭുതമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ നമ്മൾ ആഫ്രിക്കയിലാണ്. ഇതാണ് സൂയസ് കനാൽ. ഇപ്പൊ നമ്മൾ കടന്നു.